നമുക്കിന്ന് ചക്ക സ്പെഷ്യൽ ചക്കയും കൊണ്ട് പലഹാരം ഉണ്ടാക്കുന്നത്. സിമ്പിൾ ആ ടേസ്റ്റിയായ ഒരു ചക്ക പലഹാരം. ചായയ്ക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അതിനൊന്നും അധികം ഒന്നും വേണ്ട. നമ്മുടെ തേങ്ങ, പഴുത്ത ചക്ക, കുറച്ച് അരിപ്പൊടി, ഇത് പച്ചരി പൊടിച്ചതാണ്, വറക്കാത്ത പൊടിയാണ്, പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ ശർക്കര ഉരുക്കിയത്. ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കണം. ഇതൊന്ന് ചതച്ചെടുക്കണം. ഒന്ന് ചെറുതായി അരിഞ്ഞാലും മതി. ഞാൻ ചതച്ചെടുക്കട്ടെ ഒന്ന് ഇത്. എന്നിട്ട് വെരി സിമ്പിൾ ആണ്, ടേസ്റ്റി ആയത്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ചക്ക വിഭവം. ചതച്ചെടുത്തു. വേണമെങ്കിൽ അത് വേവിച്ചിട്ടിട്ട് ഉണ്ടാക്കാം. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാവണ്ടേ, അതിന് വേണ്ടിയിട്ട് ആക്കുന്നതാണ്. കുറച്ചരിട്ടു. കണ്ടോ, അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇട്ടെണ്ണു. ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു 1/4 കിലോ അരിപ്പൊടി ഉണ്ട്. 300 ഗ്രാം ഉണ്ട്. ഇട്ട് കൊടുത്തു. നമുക്ക് ആവശ്യം തേങ്ങ കുറച്ച് അധികം ഇടാം. ടേസ്റ്റ് എന്നാലേ ഉണ്ടാവുള്ളൂ. ചെറിയൊരു തേങ്ങ ഉണ്ട്, ഒരു പകുതി ഇടുന്നുണ്ട് ഞാൻ. അപ്പോഴാണ് ടേസ്റ്റ്. നമ്മുടെ ഇറങ്ങി കൊടുക്കാം. ആദ്യം ഒന്ന് ഇറങ്ങി കൊടുക്കാം. പൊടിയും ചക്കയും തേങ്ങയും എല്ലാം കൂടി മിക്സാക്കാം. നമുക്ക് പാകത്തിനുള്ള ഇത് ശർക്കര കാച്ചിയതാണ് ഒഴിച്ച് കൊടുക്കാം. ഇതൊരു 1/4 കിലോ ഉണ്ട്. മധുരമാണെങ്കിൽ കൂട്ടാം, കുറയ്ക്കാക്ക നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് മിക്സായി കൊടുക്കാം. നല്ല മിക്സാക്കാം. നല്ല വെള്ളം പോലെ ആവരുത്. കുറച്ച് കുഴക്കട്ടൊക്കെ പിടിക്കുന്നില്ല, ആ പാകത്തിനേ പാടുള്ളൂ. ഒരുപാട് ലൂസാകാൻ പാടില്ല. നമുക്ക് എല്ലാം ഇളക്കി മിക്സാക്കാം. വേണ്ടത് ഒഴിച്ചിട്ട് കുറച്ചുകൂടി ഒഴിച്ചെടുക്കാം. നമ്മൾ ഈ മിക്സിനെ എല്ലാം ഈ പാകത്തിന് ആക്കി വെച്ചു. കേട്ടോ, ചക്ക, അരിപ്പൊടി, തേങ്ങ, വെള്ളം. ചക്ക, അരിപ്പൊടി, തേങ്ങ, വെള്ളം, ഇത്രയും വേണ്ടുള്ളൂ. ഒരു സ്പൂൺ ആക്കുക. പിന്നെ പൊടിയ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ആവി കയറുന്നുണ്ട്. ഉണ്ടാവട്ടെ. ഇങ്ങനെ എല്ലാം പൊതിഞ്ഞ് അങ്ങനെ നമ്മുടെ ആവി പറക്കണ ചക്ക സെറ്റായി. ഞാൻ നീളത്തിലും ചക്ക പൊതിഞ്ഞിട്ടും എല്ലാ രൂപത്തിലും വെച്ചിരുന്നു. ഉണ്ടോ, അങ്ങനെ വെച്ചിരുന്നു. ഭയങ്കര ചൂടാണ്. ഒന്ന് എടുത്ത് കാണിച്ചു തരാം. നല്ല ചൂട്, നല്ല ചായ, കട്ടൻ ചായ. അടിപൊളി ടേസ്റ്റായ ചക്ക പൊതി.
വാഴൻ്റെ ഇല നമ്മൾ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ വേണമെങ്കിൽ ഒഴിച്ച് വയ്ക്കാം. നമ്മൾ ചോറൊക്കെ കൊണ്ടൊക്കെ ഇതുണ്ടല്ലോ എണ്ണ, അത് നമുക്ക് വേണിച്ചാൽ ഒഴിച്ച് വയ്ക്കാം ഈ മാവിനെ. കണ്ടോ, അടിപൊളി ടേസ്റ്റായ ചക്കപ്പൊതി. സൂപ്പർ ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവർക്ക് ഉണ്ടാക്കി കഴിക്കുക, ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കി കഴിക്കുക, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. മുതിർന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പറാണ്, നല്ല സോഫ്റ്റാണ്. നല്ല ചക്കയുടെ മണം. നല്ല ചക്ക, നല്ല പഴുത്ത് മധുരമുള്ള ചക്ക വെച്ചാൽ നല്ല രസമാവും. പഴുത്ത ചക്ക കൊണ്ട് ഉണ്ടാക്കുക, പച്ചയല്ല. ഇവർക്ക് അറിയും, അറിയാത്തവർക്ക് പറയാനോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അടിപൊളി ടേസ്റ്റായ ചക്കപ്പൊതി കടയിൽ കഴിക്കുക കേട്ടോ. എല്ലാ രൂപത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് പണി കഴിയും, ഈസിയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.